ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഡെയിലി റൊട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ സമയം രാവിലെ 7:30 ആയിട്ടുണ്ട്. ഞാൻ ആദ്യം കടലയാണ് അടുപ്പത്ത് വെച്ചത്. കടല പുഴുങ്ങാൻ വെച്ചിരിക്കുന്നു. രാവിലെ പുട്ടും കടലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി എല്ലാം സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പൊടികളെല്ലാം എടുത്തു വച്ചിരിക്കുന്നു. നേരത്തെ എടുത്തു വെച്ചതാണ്. അത് കഴിഞ്ഞ് ഉച്ചക്കലത്തേക്ക് അയില ഇന്നലെ മേടിച്ചത് അതുണ്ട്. അത് പുളിമുളകും വെക്കാമെന്ന് വിചാരിച്ച് അതിനുള്ള ചേരുവകളെല്ലാം എടുത്തു വെച്ചു. ജീരക വെള്ളം തിളപ്പിച്ചു. അങ്ങനെ ഇത്രയും ജോലികൾ. ചായ ഇട്ട് കുടിച്ചു. ചായ ഇടുന്നത് കാണിക്കാൻ പറ്റിയില്ല, ചാർജ് ഇല്ലായിരുന്നു മൊബൈലിൽ. ഇത്രയുമാണ് ആദ്യം ചെയ്തത്. തിളച്ചു. അത് ഇറക്കി മാറ്റി വെച്ചതിന് ശേഷം അയിലക്കറി വെക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. രണ്ട് കറിയും ഒന്നിച്ചാകുമെന്ന് വിചാരിച്ചാണ് ഞാൻ രണ്ടും ഒന്നിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ ഇടയിൽ വെളിച്ചെണ്ണ തീർന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുപ്പി കാലിയായതുകൊണ്ട് വെളിച്ചെണ്ണ പൊട്ടിച്ച് കുപ്പിയിലിടാമെന്ന് വിചാരിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ എടുത്ത് മാറ്റി വെച്ചു. കറി ഉണ്ടാക്കാൻ, മുളക് കറി ഉണ്ടാക്കാൻ വേണ്ടി ഉലുവ എടുത്ത് ഇടുകയാണ്. കടലക്കറിയിൽ വിസിൽ ലാസ്റ്റത്ത് 5 വിസിലായിട്ടുണ്ട്. 8 വിസിലാവുമ്പോൾ അത് ഇറക്കി വെച്ച് കടലക്കറി ഉണ്ടാക്കാം. ഉലുവയിട്ട് എണ്ണ ചൂടായപ്പോൾ ഈ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഞാൻ ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഈ കറി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പുറത്ത് അടുക്കളയിൽ ചോറ് കുക്കറിൽ വെക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. അതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കുക്കറിൽ കുറച്ച് വെള്ളം ഇട്ട് ചോറ്റുപാന അകത്ത് വെച്ചിട്ട് ആണ് കുക്കർ ചെയ്യുന്നത്. അത് ഒരു അരമണിക്കൂർ ആയി കഴിയുമ്പോൾ അത് ഓഫാക്കി വെക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ പ്രഷറെല്ലാം പോയി കഴിയുമ്പോൾ ചോറ് നല്ല വെന്തിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു വിസിലേ വന്നിട്ടുള്ളൂ. ഇനി തിരിച്ച് അടുക്കളയിലോട്ട് പോവുകയാണ്. ഇതെൻ്റെ പുറകുവശമാണ് വീടിൻ്റെ. പ്രദേശത്ത് മഴ ആയതുകൊണ്ട് തീയിടാനൊന്നും ചവറ് കത്തിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇത് പുറത്തുള്ള ബാത്റൂം, പുറകുവശം. കടലയും ചോറും കിടന്ന് വിസിലടിച്ചുകൊണ്ടിരിക്കുന്നു. സവാള നല്ല വഴന്ന് വരുന്നുണ്ട്. നല്ല ഇളക്കി നല്ല മൂക്കണം. അതുവരെ തീ കൂട്ടി വെക്കാൻ പോവുകയാണ്. ഓരോന്നായിട്ട് എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. 2 കറിക്കും വേണ്ട പൊടികളെല്ലാം എടുത്തതിന് ശേഷം അതാത് അറകളിൽ എടുത്ത് ഒതുക്കി വെക്കും. ഉള്ളിയെല്ലാം ഞാൻ പെട്ടെന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിൽ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി ആദ്യം ഇട്ട് കൊടുത്തു. ഇത് പിരിയൻ മുളകിൻ്റെ പൊടിയാണ്. അതൊരു 1.5 സ്പൂൺ. കുരുമുളക് പൊടി തീ കുറച്ച് വെച്ചാണ് ഇതെല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കടല വെന്തിട്ടുണ്ട്. കുക്കർ ഓഫ് ചെയ്തു. 8 വിസിലായിട്ടുണ്ട്.
പുളിയും മുളകിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, അത് തിളക്കാൻ വിടണം. ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അടുക്കളയെല്ലാം നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കി ഇടും. ഇപ്പോൾ എല്ലാം കൂടി പരന്ന് കിടക്കും. പുളി നല്ലപോലെ കട്ടിക്ക് പിഴിഞ്ഞ് എടുക്കുകയാണ്. പിഴിഞ്ഞ് തക്കാളിയും ഇട്ട് കൊടുത്തു, അടച്ചു വെച്ചു. മീൻ കറിക്കുള്ള അരപ്പ് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. കറി പീസുകൾ അയിലയാണ്, കറി പീസുകൾ ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ച് തിളപ്പിച്ച് കറി ഇറച്ചി വെക്കും. കറി ആയിട്ടുണ്ട്. ഇന്ന് ഉച്ചക്കലത്തേക്ക് വേണ്ടി മീൻ പൊരിച്ചത് വേണമെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. അതിന് 2 പീസ്, ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമുള്ളൂ ഇപ്പോൾ വീട്ടിൽ. 2 പീസ് പൊരിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി അരിപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്നു. ഞാൻ പുട്ടിൽ കുറച്ച് ചൂടുവെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുവേണ്ടി വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നു. അത് ഇനി കടല മാറ്റിയതിന് ശേഷം ആ അടുപ്പിൽ വെള്ളം വെക്കുകയാണ്. ചൂടുവെള്ളം ഇട്ട് കൊടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിൽ മാവിട്ട് അതിൽ വെള്ളം ഒഴിച്ചാണ് പുട്ടിന് വരുന്നത്. മീൻകറി നല്ല പരുവത്തിൽ വെന്തിട്ടുണ്ട്. അതെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ് കടലക്കറി വെക്കാനുള്ളത്. അതിൽ കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിനിടയിൽ വെള്ളം ചൂടായിട്ടുണ്ട്. അത് പുട്ടിൻ്റെ മാവിൽ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് വിരവി ഇടണം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കടലക്കറിയിൽ. ഇനി ഒരു തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് തിരുവി എടുക്കണം പുട്ടിനിടാൻ. ഹസ്ബൻഡിന് തേങ്ങ ഇടാതെയാണ് കൊടുക്കുന്നത്. കിഡ്നി ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് തേങ്ങ അധികം കഴിച്ചുകൂടാ. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇന്ന് കറിവേപ്പില ഇല്ലാതെയാണ് എല്ലാ കറിയും വെക്കുന്നത്. കറിവേപ്പില ഇനി 5 ദിവസം എൻ്റെ ഹസ്ബൻഡിന് പനി ആയതുകൊണ്ട് കടകളിലൊന്നും പോയില്ല. അതുകൊണ്ട് മലക്കറിയെല്ലാം ഇച്ചിരി കുറവാണ്. കടുക് പൊട്ടി വന്നതിന് ശേഷം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. അതിന് ശേഷം സവാള അരിഞ്ഞത് ഇവിടെ ഇട്ട് കൊടുക്കുന്നു. ഈ റെസിപ്പിയെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം പെട്ടെന്നാണ് ചെയ്യുന്നത്. ഇലയിൽ ഞാൻ ഉപ്പിട്ടിരിക്കുന്നതുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പാണ് ഞാൻ ഇടുന്നത്. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കുന്നു. നല്ലവണ്ണം ഇടന്ന് മൂക്കുന്നത് ഇതുവരെ വെയിറ്റ് ചെയ്യാം. പുട്ടിന് ഞാൻ മാവ് എടുത്ത് വിരകി വെച്ചിട്ടുണ്ട്. സവാള നല്ലവണ്ണം മൂത്ത് വന്ന് ഈ പൊടികൾ എടുത്ത് വെച്ച പൊടികളെല്ലാം ഞാൻ ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയിട്ട് നല്ലോണം മൂപ്പിച്ച ശേഷം വെന്ത് വന്ന കടല കുറച്ച് നേരം വറുത്തതിന് ശേഷം ഇതിലെ വെള്ളം ഞാൻ ഊറ്റിക്കളഞ്ഞാണ് എടുക്കുന്നത്. കടല അങ്ങിട്ട് കൊടുക്കുന്നു. ആ വെള്ളം ഞാൻ എടുക്കില്ല. പുഴുങ്ങിയ എന്തിൻ്റെ ആയാലും പുഴുങ്ങിയത് ആ വെള്ളം ഞാൻ ഊറ്റിക്കളഞ്ഞാണ് കറി വെക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അടച്ച് വെക്കാൻ പോകുന്നു. കടലയും ഉള്ളിയും സവാളയും എല്ലാം കൂടി മിക്സായിട്ട് നല്ലപോലെ വെന്ത് വരുമ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കും. പുട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. കുക്കറിൽ വിസിൽ വരുമ്പോൾ ഇതിൽ വെച്ചാണ് പുട്ടുണ്ടാക്കുന്നത്. വളരെ എളുപ്പവും ജോലി തീരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. കടലക്കറി അവിടെ കിടന്ന് നല്ല തിളക്കുന്നുണ്ട്. നല്ല ആവി വരുമ്പോൾ ഇതങ്ങെടുത്ത് വെച്ചാൽ മതി. പുട്ട് റെഡിയാവും. തേങ്ങ തിരുവാൻ മടിയായതുകൊണ്ട് ഞാൻ തേങ്ങ ഇന്ന് കത്തി വെച്ച് കുത്തിയെടുത്ത് മിക്സിയിൽ വെച്ച് ഒന്ന് കറക്കി കൊടുത്ത് എടുക്കാൻ പോവുകയാണ്. നല്ല എളുപ്പത്തിലാകും ഇത്. കുറച്ച്
ഇങ്ങനെ ചെയ്ത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ആവശ്യം പോലെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന് ഇത്തിരി പുട്ടിലിടാൻ വേണ്ടിയാണ് ഇന്ന് ആദ്യം എടുത്തത്. പെട്ടെന്ന് ആ തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് പൾസ് ചെയ്തപ്പോൾ നല്ല ഇപ്പം തിരുവി എടുത്തതുപോലെ നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. പുട്ടും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതോടുകൂടി എൻ്റെ രാവിലത്തെയും ഉച്ചക്കലത്തെയും പാചകം അവസാനിക്കും. പുട്ടിനുള്ള പഴമാണ് എടുത്തു വച്ചിരിക്കുന്നത്. പുട്ട് റെഡിയായിട്ടുണ്ട്. കടലക്കറി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീൻ കറിയും റെഡിയായി. ഇനി വീട് തൂത്ത് വാരണം, ചെടികൾ നനയ്ക്കണം, പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി അടുക്കി പറക്കി ഒന്ന് അതാത് അറകളിലാക്കി വെക്കണം. ഇത്രയേ ഉള്ളൂ ജോലി. ഇനി മുറ്റം തൂത്ത് വീട് തൂത്ത് വൃത്തിയാക്കണം. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു നേരത്തെ ഉണ്ടാക്കി വെച്ച ചായ കുടിക്കാൻ പോവുകയാണ്. ദാഹം വന്നതുകൊണ്ടാണ്. മധുരമില്ലാത്ത ചായയാണ് കുടിക്കുന്നത്. എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ വിത്തൗട്ടാണ്. ഒരു കൊല്ലം കൊണ്ട് ഞാൻ മധുരമിടാത്ത ചായയാണ് കുടിക്കുന്നത്. എനിക്കിപ്പോൾ അത് നല്ല ശീലമായി. ചെടിയും കൂടെ നനച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ജോലികളെല്ലാം തീർന്നു. ഇനി രാത്രി ദോശമാവ് ഇരിപ്പുണ്ട്, അത് ഹസ്ബൻഡിന് ചെയ്തു കൊടുക്കും. ഞാൻ ഡയറ്റ് ചെയ്യുന്നത് കൊണ്ട് 5:30 മണിയാകുമ്പോഴേക്കും എൻ്റെ ഡിന്നർ അവസാനിക്കും. ഉള്ളത് എന്തെങ്കിലും കഴിച്ചിട്ട് ഇരിക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡെയിലി റുട്ടീൻ. എല്ലാവരും ഇത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.